REC ടെക്കിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്നത്തെ ദിവസം പലതരത്തിലുള്ള സ്പ്ലിറ്റ് എ സികളെക്കുറിച്ചുള്ള ഒരു വീഡിയോ ആണ്. ഏറ്റവും ആദ്യമായിട്ട് വരുന്നത് വാൾ മൗണ്ടഡ് സ്പ്ലിറ്റ് എ സി, അതല്ലെങ്കിൽ ഡെക്ലെസ് മിനി സ്പ്ലിറ്റ് എ സി എന്ന് പറയുന്ന യൂണിറ്റുകളാണ്. പേര് പോലെ തന്നെ ഇത്തരം എ സികളുടെ ഇൻഡോർ യൂണിറ്റുകൾ ഭിത്തിയിലാണ് ഇൻസ്റ്റാൾ ചെയ്യുന്നത്. ഇവയുടെ ഏകദേശം കപ്പാസിറ്റി റേഞ്ച് വരുന്നത് 0.75 ടണ്ണ് തൊട്ട് 3 ടണ്ണ് വരെയാണ്. ഇവ സാധാരണ വീടുകൾ, ഓഫീസുകൾ അങ്ങനെയുള്ള ചെറിയ സ്പേസുകൾക്ക് ഏറ്റവും സ്യൂട്ടബിൾ ആയിട്ടുള്ള ഒരു ടൈപ്പ് സ്പ്ലിറ്റ് എ സിയാണ്. 100 സ്ക്വയർ ഫീറ്റ് ഉള്ള ഒരു റൂമിന് ഏകദേശം 1 ടണ്ണിൻ്റെ സ്പ്ലിറ്റ് എ സി വേണ്ടി വരും. കുറച്ചു കാലം മുമ്പ് വരെ നോൺ ഇൻവേർട്ടർ എ സികളായിരുന്നു ഉണ്ടായിരുന്നത്. അപ്പോൾ അവയിൽ സിംഗിൾ സ്പീഡുള്ള കംപ്രസറായിരുന്നു, അതുകൊണ്ട് എനർജി എഫിഷ്യൻസി തീരെ കുറവായിരുന്നു. പക്ഷേ ഇപ്പോൾ പുറത്തിറങ്ങുന്നതെല്ലാം ഇൻവേർട്ടർ സ്പ്ലിറ്റ് എ സികളാണ്. അപ്പോൾ അവയിൽ ഉപയോഗിക്കുന്നത് വേരിയബിൾ സ്പീഡ് കംപ്രസറാണ്. ഇവയ്ക്ക് എനർജി എഫിഷ്യൻസി കൂടുതലാണ്. ഇൻവേർട്ടർ എ സികളിൽ തന്നെ അവയുടെ നിർമ്മാണം, കൂടാതെ അവയുടെ സ്റ്റാർ റേറ്റിംഗ്, എനർജി എഫിഷ്യൻസി എന്നിവയനുസരിച്ച് അവയുടെ വില ചേഞ്ച് ചെയ്യാറുണ്ട്. ഇവയുടെ ഏകദേശം റേറ്റ് വരുന്നത് 23,000 രൂപ മുതൽ 80,000 രൂപ വരെയാണ്. സ്പ്ലിറ്റ് എ സികളിലെ അടുത്ത ടൈപ്പ് വരുന്നത് ഫ്ലോർ സ്റ്റാൻഡിംഗ് സ്പ്ലിറ്റ് എ സിയാണ്. അതായത് ഫ്ലോറിൽ ഇൻഡോർ യൂണിറ്റ് ഇൻസ്റ്റാൾ ചെയ്യുന്ന ടൈപ്പ് എ സികളാണ്. ഇവയുടെ ഏകദേശ കപ്പാസിറ്റി റേഞ്ച് വരുന്നത് 1 ടണ്ണ് തൊട്ട് 4 ടണ്ണ് വരെയാണ്. ചില ബിൽഡിങ്ങിലെ റൂമുകളിൽ വോളുകൾ നിർമ്മിച്ചിരിക്കുന്നത് കട്ടി കുറഞ്ഞ കബോർഡ്, പ്ലൈവുഡ്, മൾട്ടിവുഡ് അങ്ങനെയുള്ള എന്തെങ്കിലും മെറ്റീരിയൽ കൊണ്ടായിരിക്കും. അപ്പോൾ അങ്ങനെയുള്ള മെറ്റീരിയലാണെങ്കിൽ നമുക്ക് വാൾ മൗണ്ടഡ് സ്പ്ലിറ്റ് എ സി അവിടെ ഇൻസ്റ്റാൾ ചെയ്യാൻ സാധിക്കില്ല. അങ്ങനെയുള്ള സ്ഥലങ്ങളിൽ ഏറ്റവും സ്യൂട്ടബിൾ ആയിട്ടുള്ളത് ഇത്തരത്തിലുള്ള ഫ്ലോർ സ്റ്റാൻഡിംഗ് സ്പ്ലിറ്റ് എ സികളാണ്. ഇവ കൂടുതലായിട്ടും ഉപയോഗിക്കുന്നത് വീടുകൾ, ഓഫീസുകൾ, കൂൾ ബാറുകൾ അങ്ങനെയുള്ള സ്ഥലങ്ങളിൽ ഇൻഡിവിജ്വൽ റൂംസ് കൂൾ ചെയ്യാൻ വേണ്ടിയിട്ടാണ്. ഇവയുടെ പ്രധാനപ്പെട്ട ഒരു ന്യൂനത എന്ന് പറയുന്നത് ഫ്ലോറിൽ നമ്മൾ ഇൻസ്റ്റാൾ ചെയ്യുന്ന സമയത്ത് ഒരല്പം സ്പേസ് നഷ്ടപ്പെടും. കൂടാതെ ഇത് ഇൻസ്റ്റാൾ ചെയ്ത് കഴിഞ്ഞാൽ കോപ്പറിൻ്റെ പൈപ്പുകളും മറ്റ് ഇലക്ട്രിക്കൽ കണക്ഷൻസും ഉള്ളതുകൊണ്ട് നമുക്ക് തന്നെ അത് ഒരു സ്ഥലത്ത് നിന്നും മറ്റൊരു സ്ഥലത്തേക്ക് മാറ്റി വെക്കാൻ സാധിക്കില്ല. ഏകദേശം 35,000 രൂപ തൊട്ടാണ് ഇവയുടെ വില സ്റ്റാർട്ട് ചെയ്യുന്നത്. അടുത്ത ടൈപ്പ് സ്പ്ലിറ്റ് എ സി എന്ന് പറയുന്നത് സീലിംഗ് മൗണ്ടഡ് സ്പ്ലിറ്റ് എ സി ആണ്. അതായത് നമ്മൾ ബിൽഡിങ്ങിൻ്റെ സീലിങ്ങിൽ ഇൻഡോർ യൂണിറ്റ് ഇൻസ്റ്റാൾ ചെയ്യുന്ന ടൈപ്പാണ് ഇത്. അതിൻ്റെ ഒരു ചിത്രമാണ് അവിടെ കൊടുത്തിരിക്കുന്നത്. ഇവയുടെ ഏകദേശം ടണ്ണേജ് റേഞ്ച് വരുന്നത് 1.5 ടണ്ണ് തൊട്ട് 4 ടണ്ണ് വരെയാണ്. ചില കമ്പനികൾ കുറച്ചുകൂടെ ടണ്ണേജ് കൂടുതലുള്ള മോഡൽസ് ഇറക്കുന്നുണ്ട്. ഇവ സാധാരണയായിട്ട് ഓഫീസുകൾ, ബാങ്കുകൾ പോലുള്ള സ്ഥലങ്ങളിൽ ഇൻസ്റ്റാൾ ചെയ്തതായിട്ട് കണ്ടുവരുന്നുണ്ട്. ഇവയുടെ ഏകദേശം പ്രൈസ് റേഞ്ച് വരുന്നത് 45,000 രൂപ മുതലാണ്. ഇവയുടെ പ്രധാനപ്പെട്ട ഒരു ന്യൂനത എന്ന് പറയുന്നത് ഇൻസ്റ്റലേഷൻ്റെ സമയത്തും സർവീസിങ് ചെയ്യുമ്പോഴുമുള്ള ഒരു ബുദ്ധിമുട്ടാണ്. ഇതിൻ്റെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു പോരായ്മ എന്ന് പറയുന്നത് സ്പ്ലിറ്റ് എ സി വർക്ക് ചെയ്യുന്ന സമയത്ത് അതിൻ്റെ ഇൻഡോർ യൂണിറ്റിൽ ഉണ്ടാകുന്ന വെള്ളം പുറത്ത് കളയാൻ വേണ്ടിയിട്ട് ഒരു പമ്പുണ്ട്. അപ്പോൾ അതിൻ്റെ കൂടെ തന്നെ ഒരു സെൻസറുമുണ്ട്. അപ്പോൾ ആ ട്രെയിൽ വെള്ളം നിറയുന്ന സമയത്ത് സെൻസർ അത് സെൻസ് ചെയ്തിട്ടാണ് പമ്പ് വർക്ക് ചെയ്തിട്ട് വെള്ളം പുറത്ത് കളയുന്നത്. അപ്പോൾ ഇതിലേതെങ്കിലും ഒരു കമ്പോണൻറ്റിൻ്റെ എന്തെങ്കിലും തകരാറ് സംഭവിച്ചു കഴിഞ്ഞാൽ റൂമിനുള്ളിലേക്ക് വെള്ളം വീഴുന്നതിനുള്ള കാരണമാകും. കമ്പനി പറയുന്ന പോലെ കൃത്യമായിട്ടുള്ള ഇടവേളകളിൽ സർവീസിങ് ചെയ്താൽ ഈ പ്രശ്നം ഒരു പരിധിവരെ നമുക്ക് ഒഴിവാക്കാൻ സാധിക്കും. അടുത്ത ടൈപ്പ് സ്പ്ലിറ്റ് എ സി എന്ന് പറയുന്നത് ഡക്റ്റബിൾ സ്പ്ലിറ്റ് എ സികളാണ്. കുറച്ചുകൂടെ ടണ്ണേജ് കൂടിയ ആപ്ലിക്കേഷൻസിലാണ് ഇത്തരത്തിലുള്ള ഡക്റ്റബിൾ സ്പ്ലിറ്റ് എ സികൾ ഉപയോഗിക്കുന്നത്. ഓഫീസുകൾ, ഹോട്ടലുകൾ, സൂപ്പർ മാർക്കറ്റുകൾ അങ്ങനെയുള്ള സ്ഥലങ്ങളിലാണ് ഇത്തരത്തിലുള്ള ഡക്റ്റബിൾ സ്പ്ലിറ്റ് എ സികൾ കൂടുതലായിട്ട് ഉപയോഗിക്കുന്നത്. ഏകദേശം 3 ടണ്ണ് തൊട്ടാണ് ഇതിൻ്റെ ടണ്ണേജ് റേഞ്ച് സ്റ്റാർട്ട് ചെയ്യുന്നത്. ഇത്തരത്തിലുള്ള ഡക്റ്റബിൾ സ്പ്ലിറ്റ് എ സികളിൽ യൂണിറ്റിൽ നിന്നുള്ള കോൾഡ് എയർ റൂമിലേക്ക് കൊണ്ടുപോകാൻ വേണ്ടി ഡക്റ്റ് വർക്കുകൾ, അതായത് GI ഷീറ്റ് കൊണ്ട് ഉണ്ടാകുന്ന പൈപ്പ് പോലുള്ള സ്ട്രക്ചറുകളാണ്, അവയും ആവശ്യമാണ്. അപ്പോൾ അഡീഷണലായിട്ട് നമുക്ക് അതിൻ്റെ കോസ്റ്റ് കൂടെ വരും. ചില സ്ഥലങ്ങളിൽ ഇതിലെ ഇൻഡോർ യൂണിറ്റ് കംപ്ലീറ്റ്ലി കൺസീൽഡ് ആയിരിക്കും, അതായത് സീലിങ്ങിൻ്റെ ഉള്ളിലായിരിക്കും. പക്ഷേ ചില സ്ഥലങ്ങളിൽ ഇത് ഓപ്പണായിട്ടും ഇൻസ്റ്റാൾ ചെയ്ത് കണ്ടുവരാറുണ്ട്. 3 ടണ്ണിന് മുകളിലേക്കുള്ള മിക്കവാറും യൂണിറ്റുകളെല്ലാം വർക്ക് ചെയ്യുന്നത് 3 ഫേസ് പവർ സപ്ലൈ ആണ്. അപ്പോൾ അതുകൊണ്ട് തന്നെ എനർജി കൺസപ്ഷൻ കുറച്ച് കൂടുതലായിരിക്കും. 50,000 രൂപയ്ക്ക് മുകളിലാണ് ഇത്തരത്തിലുള്ള യൂണിറ്റുകളുടെ വില തുടങ്ങുന്നത്. അതുകൂടാതെ തന്നെ ഡക്റ്റ് വർക്കുകൾ ചെയ്യാൻ വേണ്ടിയിട്ട് അഡീഷണലായിട്ട് എമൗണ്ട് കൂടെ ആകുന്നതായിരിക്കും. അടുത്ത ടൈപ്പ് എ സി എന്ന് പറയുന്നത് മൾട്ടി സ്പ്ലിറ്റ് എ സികളാണ്. നേരത്തെ നമ്മൾ കണ്ട എ സികളെല്ലാം തന്നെ ഒരു ഇൻഡോർ യൂണിറ്റിന് ഒരു ഔട്ട്ഡോർ മാത്രമാണ് ഉള്ളത്. അതായത് ഒരേ സമയത്ത് ഒരു സ്പേസ് മാത്രമേ നമുക്ക് എയർ കണ്ടീഷൻ ചെയ്യാൻ സാധിക്കുകയുള്ളൂ. ചിത്രത്തിൽ കാണിച്ചിരിക്കുന്ന പോലെ മൾട്ടി സ്പ്ലിറ്റ് എ സികളിൽ നമുക്ക് ഒന്നിലേറെ ഇൻഡോർ യൂണിറ്റുകൾ ഒരു ഔട്ട്ഡോർ യൂണിറ്റിനോട് കണക്ട് ചെയ്യാൻ സാധിക്കും. അതുകൊണ്ട് ഒരേ സമയത്ത് നമുക്ക് വ്യത്യസ്ത സ്ഥലങ്ങളിൽ എയർ കണ്ടീഷൻ ചെയ്യാൻ സാധിക്കും. ഉദാഹരണമായി 5 മുറികളുള്ള ഒരു വീടുണ്ടെന്ന് സങ്കല്പിക്കുക. അപ്പോൾ അതിൽ എയർ കണ്ടീഷൻ ചെയ്യുകയാണെങ്കിൽ ഈ ഓരോ മുറിയിലും നമ്മൾ ഓരോ സ്പ്ലിറ്റ് എയർ കണ്ടീഷണറാണ് ഇൻസ്റ്റാൾ ചെയ്യുന്നത്.
ഈ ഓരോ മുറിയിലുമുള്ള സ്പ്ലിറ്റ് എ സിയുടെ ഇൻഡോർ യൂണിറ്റുകൾക്ക് ഓരോ ഔട്ട്ഡോർ യൂണിറ്റും നമ്മൾ ബിൽഡിങ്ങിന് പുറത്ത് ഇൻസ്റ്റാൾ ചെയ്യേണ്ടി വരും. പക്ഷേ ഇത്തരത്തിലുള്ള മൾട്ടി സ്പ്ലിറ്റ് എ സികളാണെങ്കിൽ ഈ എല്ലാ ഇൻഡോർ യൂണിറ്റുകൾക്കും കൂടി ഒറ്റ ഔട്ട്ഡോർ യൂണിറ്റ് മാത്രമാണ് ഉണ്ടാകുക. അപ്പോൾ അതുകൊണ്ട് തന്നെ സർവീസിൻ്റെ സമയത്ത് നമുക്ക് വർക്ക് കുറച്ചുകൂടെ എളുപ്പമായിരിക്കും. ഏകദേശം 1,00,000 രൂപയ്ക്ക് മുകളിലാണ് ഇത്തരത്തിലുള്ള മൾട്ടി സ്പ്ലിറ്റ് എ സികളുടെ വില സ്റ്റാർട്ട് ചെയ്യുന്നത്. ഒരു ഔട്ട്ഡോർ യൂണിറ്റിൽ കണക്ട് ചെയ്യാൻ പറ്റുന്ന ഇൻഡോർ യൂണിറ്റുകളുടെ എണ്ണം അനുസരിച്ച് ഇവയുടെ വിലയിൽ വ്യത്യാസം വരും. അതുപോലെ തന്നെ എനർജി എഫിഷ്യൻസി, സ്റ്റാർ റേറ്റിംഗ്, ഇൻവേർട്ടർ ടൈപ്പ് എന്നിവയനുസരിച്ചും ഇവയുടെ വിലയിൽ വ്യത്യാസം വരുന്നതാണ്. മൾട്ടി സ്പ്ലിറ്റ് എ സിയുടെ ഒരു പരിഷ്കരിച്ച പതിപ്പാണ് VRV അതല്ലെങ്കിൽ VRF സിസ്റ്റംസ്. VRV അല്ലെങ്കിൽ VRF എന്ന് പറഞ്ഞാൽ വേരിയബിൾ റിഫ്രിജറൻറ്റ് ഫ്ലോ അതല്ലെങ്കിൽ വേരിയബിൾ റിഫ്രിജറൻറ്റ് വോളിയം എന്നാണ് അർത്ഥമാക്കുന്നത്. ചിത്രത്തിൽ കാണിച്ചിരിക്കുന്ന പോലെ 8 ഇൻഡോർ യൂണിറ്റുകൾ ഒരു ഔട്ട്ഡോർ യൂണിറ്റിനോട് കണക്ട് ചെയ്തിരിക്കുന്നതായിട്ട് കാണാം. ഈ ഓരോ ഇൻഡോർ യൂണിറ്റിലും ഓരോ പൾസ് മോഡുലേറ്റിംഗ് വാൽവ് അഥവാ PMV എന്ന് പറയുന്ന വാൽവുകൾ ഉണ്ട്. എയർ കണ്ടീഷൻ സിസ്റ്റങ്ങളിൽ കൂളിംഗ് മീഡിയമായിട്ട് ഉപയോഗിക്കുന്നത് റെഫ്രിജറൻറ്റ് എന്ന് പറയുന്ന ഒരു ലിക്വിഡാണ്. ഓരോ ഇൻഡോർ യൂണിറ്റുകളിലും നമ്മൾ സെറ്റ് ചെയ്യുന്ന ടെമ്പറേച്ചറിനനുസരിച്ച് അതിനുള്ളിലുള്ള പൾസ് മോഡുലേറ്റിംഗ് വാൽവ് ഉപയോഗിച്ച് റെഫ്രിജറൻറ്റിൻ്റെ ഫ്ലോ കൺട്രോൾ ചെയ്യുന്നു. അതുകൊണ്ടാണ് ഇതിനെ VRV അതല്ലെങ്കിൽ VRF എന്ന് പറയുന്നത്. ഇവയുടെ മറ്റൊരു പ്രത്യേകത എന്താണെന്ന് വെച്ചാൽ പല തരത്തിലുള്ള ഇൻഡോർ യൂണിറ്റുകൾ നമുക്ക് ഒരു ഔട്ട്ഡോർ യൂണിറ്റിനോട് കണക്ട് ചെയ്യാൻ സാധിക്കും. ഇവിടെ കാണിച്ചിരിക്കുന്ന ചിത്രത്തിലേക്ക് നോക്കുക. അതിൽ തന്നെ വാൾ മൗണ്ടഡ് സ്പ്ലിറ്റ് AC, കസറ്റ് AC, കൂടാതെ ഡക്റ്റബിൾ സ്പ്ലിറ്റ് AC എന്നിങ്ങനെ പലതരത്തിലുള്ള ഇൻഡോർ യൂണിറ്റുകളാണ് നമ്മൾ ഈ ഔട്ട്ഡോർ യൂണിറ്റിലേക്ക് കണക്ട് ചെയ്തിരിക്കുന്നത്. മറ്റൊരു പ്രധാനപ്പെട്ട പ്രത്യേകത എന്ന് പറയുന്നത് ഈ ഓരോ സ്ഥലങ്ങളിലും വെച്ചിരിക്കുന്ന ഇൻഡോർ യൂണിറ്റുകളുടെ ടെമ്പറേച്ചർ നമുക്ക് സെൻട്രലൈസ്ഡായി ഒരു സ്ഥലത്ത് നിന്നും കൺട്രോൾ ചെയ്യാൻ സാധിക്കും. അതാണ് ഇതിൻ്റെ ഏറ്റവും വലിയ പ്രത്യേകത എന്ന് പറയുന്നത്. ചില തരത്തിലുള്ള VRF സിസ്റ്റങ്ങളിൽ ചില റൂമുകൾ ഹീറ്റ് ചെയ്യാനും ചില റൂമുകൾ കൂൾ ചെയ്യാനും വരെ സാധിക്കും. 1,00,000 രൂപയ്ക്ക് മുകളിലാണ് ഇവയുടെ വില സ്റ്റാർട്ട് ചെയ്യുന്നത്. ഒരു ഔട്ട്ഡോർ യൂണിറ്റിനോട് കണക്ട് ചെയ്യാൻ പറ്റുന്ന ഇൻഡോർ യൂണിറ്റിൻ്റെ എണ്ണം അനുസരിച്ച് വിലയിൽ നല്ല വ്യത്യാസം വരുന്നതാണ്. ഇത്തരത്തിലുള്ള യൂണിറ്റുകളെല്ലാം വർക്ക് ചെയ്യുന്നത് 3 ഫേസ് പവർ സപ്ലൈയിലാണ്. ഓരോ കമ്പനികളും വ്യത്യസ്ത തരത്തിലുള്ള ഇൻവേർട്ടർ ACകളാണ് പുറത്തിറക്കുന്നത്. അതുകൊണ്ട് തന്നെ അവയുടെ സ്റ്റാർ റേറ്റിങ്ങും വ്യത്യാസപ്പെട്ടിരിക്കും. സ്റ്റാർ റേറ്റിംഗ് കൂടുന്നതിനനുസരിച്ച് ഈ യൂണിറ്റിൻ്റെ വിലയും കൂടുന്നതാണ്. അപ്പോൾ ഈ വീഡിയോ എല്ലാവർക്കും വ്യക്തമായിട്ട് മനസ്സിലായി എന്ന് വിചാരിക്കുന്നു. ഇതിനെക്കുറിച്ച് എന്തെങ്കിലും ഡൗട്ടുകളുണ്ടെങ്കിൽ ഈ കമൻറ്റിൽ മെൻഷൻ ചെയ്യുക. കൂടാതെ റെഫ്രിജറേഷൻ, എയർ കണ്ടീഷൻ മേഖലയിലുള്ള പുതിയ അറിവുകൾക്ക് വേണ്ടി ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക.